ഞാൻ ഡോക്ടർ രാജ്കുമാർ, തൃശ്ശൂർ SBBA ക്ലിനിക്. ഇന്ന് ക്ലിനിക്കിലൊരു പേഷ്യൻ്റ് വന്നിരുന്നു. അദ്ദേഹത്തിന് ഒരു കൈക്ക് വേദനയായിട്ടാണ്. റൈറ്റ് എൽബോയിൽ ഒരു ചെറിയ വേദനയുണ്ട്. അദ്ദേഹം തന്നെ അതിൻ്റെ ഡയഗ്നോസിസും പറഞ്ഞു, ടെന്നീസ് എൽബോ ആണെന്ന് തോന്നുന്നു. അത് പെട്ടെന്ന് തുടങ്ങിയതാണ്, 2-3 ആഴ്ചയായിട്ട് നല്ല വേദനയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? കുറേ നേരം ചോദിച്ചിട്ടും പറഞ്ഞില്ല. പിന്നെ പറഞ്ഞു, ഒരു ചെറിയ ഗുളിക കഴിക്കുന്നുണ്ട്, എക്കോസ്പ്രിൻ എന്ന് പറയുന്ന ഒരു ഗുളിക, ചെറിയ ഗുളികയാണ്, അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ എക്കോസ്പ്രിൻ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചുമ്മാ തരുന്നതല്ലല്ലോ. ഇപ്പോൾ ഒരു കാർഡിയോളജിസ്റ്റ് പറഞ്ഞതാണ്, ഇപ്പോൾ അമേരിക്കയിലെല്ലാം 50 വയസ്സ് കഴിഞ്ഞാൽ എക്കോസ്പ്രിൻ കഴിക്കുന്നത് സർവ്വസാധാരണമാണ്. അതുകൊണ്ട് ചെറിയ ഗുളികയാണ്, 60 മില്ലിഗ്രാമേ ഉള്ളൂ, അത് കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അത് കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറുതെ എക്കോസ്പിരിൻ പറയില്ലല്ലോ. അപ്പോൾ മറ്റ് രോഗങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഹൈ ബി പിക്ക് ആൻറ്റി ഹൈപ്പർടെൻസീവായിട്ട് ഒരു ചെറിയ ഗുളിക, അതും ചെറിയ ഗുളികയാണ് കഴിക്കുന്നത്, 2-3 കൊല്ലമായിട്ട് അതും കഴിക്കുന്നുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള തെറ്റിദ്ധാരണകളാണ് ആൾക്കാർക്കുള്ളത്. അപ്പോൾ ആ തെറ്റിദ്ധാരണ ഒന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടി ഈ വീഡിയോയിൽ വന്നതാണ്. ഒന്ന്, ചെറിയ ഗുളിക ആയതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഇല്ല എന്നുള്ളതൊന്ന്. എക്കോസ്പ്രിൻ എന്നുള്ള ഒരു ഡ്രഗ് കഴിക്കുന്നത് കൊണ്ട് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒന്നും വരില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. അങ്ങനെ 2 തെറ്റിദ്ധാരണകളാണ് ഇപ്പം ഇദ്ദേഹത്തിനുണ്ടായിരിക്കുന്നത്. ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ രക്തക്കുഴലിലെ ബ്ലോക്ക് ഉണ്ടാകണമെങ്കിൽ ആദ്യം രക്തക്കുഴലിൻ്റെ പാളിക്കൊരു പ്രവൃത്തി വൈകല്യം ഉണ്ടാകും. ആ പ്രവൃത്തി വൈകല്യം ഉണ്ടായി കഴിയുമ്പോഴാണ് അവിടെ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നത്. അതിൻ്റെ ചുറ്റുമുള്ള പാളിക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോഴാണ് അവിടെ രക്തം കട്ട പിടിച്ച് ബ്ലഡ് ക്ലോട്ട് ഉണ്ടായി ആ രക്തമാർഗം ബ്ലോക്ക്ഡ് ആകുന്നത്. അപ്പം സാധാരണ അവർ കൊടുക്കുന്നത് കൊഴുപ്പ് കുറയ്ക്കാനുള്ള മരുന്ന്, അല്ലെങ്കിൽ BP കുറയ്ക്കാനുള്ള മരുന്ന്, പ്ലസ് ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നും കൊടുക്കും. ഈ ഡ്രഗ്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും രക്തക്കുഴലിൻ്റെ പാളിയുടെ പ്രവൃത്തി വൈകല്യം മാറുന്നില്ല. അപ്പം കൊഴുപ്പടിഞ്ഞു കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. BP കുറഞ്ഞിരിക്കുമ്പോഴത്തേക്കും രക്ത ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയുമ്പോഴത്തേക്കും പിന്നെയും കൊഴുപ്പടിഞ്ഞു കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ അവസാനത്തെ സ്റ്റേജിൽ വേണ്ട എക്കോസ്പിരിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പോകുന്ന വഴിയിൽ ഒന്ന് കാല് തെറ്റി വീണാൽ, ഒരു പല്ല് പോയാൽ തന്നെയും ബ്ലീഡിങ് നിൽക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ളൊരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ മരണകാരണമാകാം. അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള അവസ്ഥയിൽ ഈ ഗുളിക ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ ഗുളിക അത് ഗ്യാസ്ട്രിക് ബ്ലീഡിങ് ഉണ്ടാക്കാം, അതും മരണകാരണമാകാം. അങ്ങനെ ഈ കഴിക്കുന്നതിൻ്റെ ചെറിയ ഗുളിക കഴിക്കുന്നതിൻ്റെ എഫക്ട്സ് ആയിട്ടും സൈഡ് എഫക്ട്സ് ആയിട്ടും വേറെ പല രോഗങ്ങളും ഉണ്ടാകാം. ഇപ്പോൾ പല നീർക്കെട്ടുണ്ടാകുന്നത്, ഇപ്പം കൊഴുപ്പ് കുറയ്ക്കാനായിട്ടുള്ള സ്റ്റാറ്റിൻസ് കഴിക്കുമ്പോഴത്തേക്കും നീർക്കെട്ടുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന നീർക്കെട്ടിന് ചികിത്സിക്കുമ്പോഴത്തേക്കും ഈ ഗുളികകളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഡ്രഗ്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ രോഗവും മാറുന്നില്ല. പ്ലസ് ഇതിൻ്റെ സൈഡ് എഫക്ട്സും എല്ലാം രോഗിയെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ ഈ ഡ്രഗ്സ് എല്ലാം ഒഴിവാക്കി ആഹാരവും ഔഷധജലവും കൃത്യമായിട്ടുള്ള മെഡിസിനും തീരുമാനിക്കുകയാണെങ്കിൽ മാത്രമേ ആരോഗ്യം ഉണ്ടാകുകയുള്ളൂ. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ആ കൈമുട്ട് വേദനയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ പേഷ്യൻറ്റിനെ ഒരുപാട് സമയം ചിലവാക്കി ഈ ചെറിയ ഗുളികയുടെ എഫക്ട്സും സൈഡ് എഫക്ട്സും ഇത് ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യില്ല. ഇത് എപ്പോൾ വേണോ ഹാർട്ട് അറ്റാക്കിന് കാരണമാകാം. എന്താണെന്ന് വെച്ചാൽ രക്തപാളി വൈകല്യം ഉള്ളിടത്തോളം ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് അവിടെ തന്നെയുണ്ട്. പ്ലസ് മറ്റേ രോഗങ്ങൾ മാറണമെങ്കിലും ഇതെല്ലാം നിർത്തി ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ചികിത്സ, ഈ ഉള്ള എല്ലാ രോഗങ്ങളുടെയും കൃത്യമായിട്ടുള്ള ചികിത്സ ചെയ്ത് ആ സൈഡ് എഫക്റ്റായിട്ടോ ഉണ്ടായ ആ മറ്റ് ബുദ്ധിമുട്ടുകളെയും നമുക്ക് SBBAയിലൂടെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുകയുള്ളൂ. അത് ബോധവൽക്കരിച്ചു, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ. താങ്ക് യു.